നമ്മളൊരു 2 ദിവസത്തേക്ക് ടൂർണമെന്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. 2-ാം തീയതി തുടങ്ങാമെന്ന് പറഞ്ഞ ടൂർണമെന്റ് നമ്മൾ 4 എന്നുള്ളൊരു ഡേറ്റിലോട്ട് ആക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഞാൻ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മറ്റേ ചടപ്പിക്കാൻ വേണ്ടി പറയണതല്ല. നമ്മുടെ കൂട്ടത്തിൽ കളിക്കാനുള്ള പ്ലേയേഴ്സുകളുടെ എല്ലാം പലരുടെയും വീട് പല ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ കറണ്ടും ഇത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ബ്രാവോടെ വീട്ടിലും വെള്ളം കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടെ കൺസിഡർ ചെയ്യണം. നമുക്കൊരു ടൂർണമെന്റ് നടത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാവരെയും നീയൊക്കെ തോന്നുന്നവരെ വെച്ച് കളിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതെന്തായാലും നടക്കത്തില്ല. നമ്മുടെ ഒരു കറണ്ട് സെനാറിയോയിൽ നമ്മൾ അതുകൂടെ അവരുടെ സിറ്റുവേഷനും കൂടെ റെസ്പെക്ട് ചെയ്യണം. സോ ഒരു 2 ദിവസം നമുക്ക് നോക്കാം. മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുവാണെന്നുണ്ടെങ്കിൽ ഇതാക്കാം. കാരണം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനും ഒന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എറണാകുളത്തോടൊന്ന് പോകണമെങ്കിൽ തന്നെ ഈ പറയണതുപോലെ മഴ ഇതൊക്കെ ഒന്ന് തോന്നാലേ അങ്ങോട്ടൊക്കെ ഒന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഷോക്കായിട്ടിരിക്കുക. ബ്രാവോടെ വീട്ടിൽ നിന്ന് സാധനങ്ങളും വണ്ടികളൊക്കെ മാറ്റിയിട്ട് ബ്രാവോയ്ക്കും ഒന്നും ചെയ്യാൻ സെർവർ ഹോസ്റ്റ് സൈഡ് എല്ലാം ബ്രാവോയാണ് നോക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോട്ടലി പെട്ട് ഈ ടൂർണമെന്റിന്റെ കാര്യത്തിൽ. കാരണം ഞങ്ങൾ ടൂർണമെന്റ് അടുത്ത ഒരു സെർവർ എടുത്തായിരുന്നു കേസ്. ആ ഹോസ്റ്റ് 6-ാം തീയതി എക്സ്പയർ ആവും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു ഹോസ്റ്റ് എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10-25,000 രൂപ വീണ്ടും ഹോസ്റ്റിന് വേണ്ടി 1 മാസത്തേക്ക് മുടക്കണം. അപ്പോൾ വേറെ വഴിയില്ല. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കിക്കൊണ്ട് നമ്മൾ ഈ പറയണത് പോലെ 2 ദിവസം 6 ദിവസത്തിൽ തീർക്കാനുള്ള കാര്യം പറ്റൂലല്ലോ. കാരണം അതിനേക്കാളും വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമുക്കത് മാറ്റി വെച്ചേ പറ്റുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. സോ ഹോസ്റ്റ് നമുക്ക് ഈ മറ്റേ ആൻറ്റി ചീറ്റൊക്കെ ഇടണമെങ്കിൽ അത്യാവശ്യം റാമും സ്പെക്കും ഉള്ള ഒരു ഇതെടുത്തേ പറ്റുള്ളൂ. സോ നമ്മളിപ്പോൾ എടുത്ത ഹോസ്റ്റ് എന്തായാലും വെറുതെ ആയി. ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഞങ്ങൾക്ക് ഇത്രയും ടീം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ടോട്ടലി ഒരു 50 ടീം മാക്സിമം പ്രതീക്ഷിച്ചതാണ്. മനസ്സിലായോ? 50 ടീമിനകത്ത് മാക്സിമം ടീമിനെ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം ആയതെടുത്ത് ഇപ്പോൾ അത് 80 ആയി. അപ്പോൾ 80 എന്ന് പറയുമ്പോഴത്തെ ആ ഒരു സംഖ്യയിലോട്ട് എത്തിയപ്പോഴത്തേക്കിനും നമ്മൾ 4 ദിവസത്തിൽ തീർക്കാനിരുന്ന ടൂർണമെന്റ് ഏകദേശം 7 ദിവസത്തോളം എക്സ്റ്റെൻഡ് ആയി. മനസ്സിലായി? ഇനി അത് ഇതാക്കാനുള്ള പ്ലാനൊക്കെ. പിന്നെ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PvP നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ 2 ദിവസത്തെ രജിസ്ട്രേഷനിൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് നിങ്ങൾക്ക് മടുപ്പാവും ചിലപ്പോൾ ഇനിയും ടീം വന്നാൽ. കാരണം 7 എന്നുള്ളത് ഇനി 9-10 ദിവസമാവും ടൂർണമെന്റ്. പക്വേ ഹായ്, വെൽക്കം സ്ട്രീം. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച സിറ്റിസൺസിനും കുറച്ച് XMD അങ്ങനത്തെ ഉള്ളവർക്ക് ചാൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചതാണ്. പക്ഷേ ടൂർണമെന്റ് എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇനി മുന്നോട്ട് നീട്ടിയ ടീമും കൂടിയ ഡേയ്സും കൂടി പോകും. ഇനി മഴ ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യമൊന്നും അറിയത്തില്ലല്ലോ. ഫോണിലാണെ പടപടേന്ന് മെസ്സേജ് വരുന്നത്. എന്തുവാ മറ്റേ അടുത്ത ഇത്ര മണിക്കൂറിൽ മഴയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് വേറൊരു പ്രശ്നം. അപ്പം ഇത്രയാണ് നമുക്കിപ്പോ ടൂർണമെന്റ് അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടിട്ട്. ഇനി ടീം രജിസ്റ്റർ ചെയ്തേക്കുന്ന എണ്ണം പറയുന്നുണ്ടെങ്കിൽ അത് ഇതിപ്പോ പബ്ലിക് ആക്കിയിട്ടില്ല ടീം. സ്ക്രീൻ ഷെയർ നോടെ സൈറ്റ് പബ്ലിക് ആക്കി സൗണ്ട് ഞാൻ ഫുള്ള് കൂട്ടിയിട്ടേക്കോ 134 എന്തോ. ഡോണ്ട് ഓപ്പൺ കെക്സാർട്ട്. എനിക്ക് അറിയാടാ കെക്സാർട്ട്, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാ. ഈഗിൾ പ്രോ ടൂറിന് 18+ അല്ല, എല്ലാ പ്ലേസ് 18+ ജസ്റ്റ് നോക്കണം. കുറച്ച് ലിസ്റ്റ് കണ്ടപ്പോൾ ബിലോ 18 ആണ്. എടാ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ. നമ്മുടെ സിറ്റിയിലെ റൂൾസ് പ്രകാരം PvP കളിക്കാൻ കഴിവുള്ള പൊട്ടൻഷ്യലുള്ള കുറച്ച് പിള്ളേർ കളിക്കാൻ പറ്റാതെ ഇരിപ്പുണ്ട്. അവർക്കൊരു ടൂർണമെന്റിന് അവരുടെ പേരൻസിന്റെ കൺസെന്റോട് കൂടി ആ ടൂർണമെന്റ് കളിക്കാം. അത് ഒരു 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഗൈസ്. അവർ കളിച്ചോട്ടെ. കാരണം പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. 18 വയസ്സിൽ താഴെയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ്. അതിന് ഏതൊക്കെ ടീമിലാണേലും, ഇപ്പം നമുക്ക് പ്രശ്നമുള്ള ടീമുകളാണെങ്കിലും എന്ത് ടീമിലാണേലും 18 വയസ്സിൽ താഴെയുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അവരൊന്ന് കളിച്ചോട്ടെ. എടാ നിക്കുവാണെ ഞാൻ നിന്റെ അടുത്ത് ഇനി നിനക്ക് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് ഇവിടെ ചാറ്റ് സ്പാം വന്നാൽ നിന്നെ ഒരു കാലത്തും ഞാൻ ആക്കത്തില്ല. ഒരു കാലത്തും നിന്നെ ഞാൻ ആക്കത്തില്ല. നിന്റെ ഈ മറ്റേ അടവുണ്ടല്ലോ, ഈ അടവ് ഇവിടെ എടുത്തുകൊണ്ട് വന്നാ നിന്റെ മറ്റേ സഹതാപ അടവ്, നിന്റെ ഇവിടെ ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ഞാൻ നിന്റെ അൺമോഡിങ് ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും. ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മള് കാണാൻ പോണതിൽ വെച്ച് 1 ഓഫ് ദ ബെസ്റ്റ് ടൂർണമെന്റ് എവർ ആയിരിക്കും. കാരണം ടീംസിന്റെ ക്വാളിറ്റി ആണെങ്കിലും, അതായത് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും എല്ലാം വെച്ച് നോക്കിയാലും
വൺ ഓഫ് ദ ബെസ്റ്റ് ടൂർണമെന്റ് ആയിരിക്കും ഈ നടക്കാൻ പോണത്. സത്യം ഞാൻ ആലോചിച്ചോക്കാണ്, ഞാൻ 1 വീട്ടാണ് കിടക്കുന്നത്. നീയാ ഗോകു MRC ഗോകു. അളിയാ വല്ല വാലറന്റോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ അളിയാ, നീ അടിക്കുമെന്ന് 10 പേരെയൊക്കെ നീ അടിക്കും അളിയാ. ഓക്കെ പക്ഷെ അളിയാ, നീ കാണാൻ പോണത് നീ നോക്കിയോ നീ പറയും. ഞാൻ ഒരു കാര്യം പറയാം ഗോകു, നീ ഈ ടൂർണമെന്റിൽ ഒരു 1v3 എടുത്താ 1v3 എടുത്താൽ നിനക്ക് 10,000 രൂപ എക്സ്ട്രാ സമ്മാനം ഉണ്ടാവും. ഓക്കെ 1v3 എടുത്താ. 1v3 ഓക്കെ. ഇതൊന്ന് ക്ലിപ്പ്. പക്ഷെ ഞാൻ ഇവരോട് പറയട്ടെ അളിയാ, ഈ സെയിം സ്ഥലത്ത് നിന്നെ പൊസക്കുന്ന സമയത്ത് ഞാൻ നിന്നെ നാറ്റിക്കുകയും ചെയ്യും. നീ പ്ലക്കി വീഴുന്ന സമയത്തോടല്ലേ ഞാൻ വെച്ച് പൊസക്കും. ഒരു സംശയവും ഇല്ല, കമന്ററിയിലെ ഞാൻ അങ്ങ് പൊസക്കി കളയും ഞാൻ. യൂസ് ദിസ് ക്ലിപ്പ് ആഫ്റ്റർ ടൂർണമെന്റ്. ഓക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എടാ ടൂർണമെന്റ് ഗൈസ്, ഇതാണ് നമ്മുടെ രജിസ്റ്റേർഡ് ടീംസ് എല്ലാം. എടാ ഇവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണടാ നമുക്ക്, ഈ ലോസ് സെറ്റാസിന് കേട്ടാ. കാരണം ഇവരാണ് രജിസ്ട്രേഷനിലെ ഫസ്റ്റ് ടീം. പടേന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തവരാണ്. അതായത് ലോസ് സെറ്റാസിന് എന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കും ടൂർണമെന്റ് കഴിയുമ്പോ, അത് ഉറപ്പായിട്ടും. ഓക്കെ അത് ഉറപ്പായിട്ടുണ്ടാവും. സോ ലോസ് സെറ്റാസിലെ LZ കളിക്കുന്നത് വോൾഫി. എടാ ഇങ്ങനെ പേര് വായിച്ചിട്ട് കാര്യം, അത് ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ലൈവില്. ടൂർണമെന്റിന്റെ ഒരു നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ പിടികിട്ടും. 7 ദിവസമാണ് ടൂർണമെന്റ്. EVX ഡിസ്മാൻഡിൽ ആയിരുന്നു ബ്രോ, ഓൾറെഡി സെർവർ ചെയ്യുന്നു. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ അവര് അല്ലാതെ കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ചാറ്റിൽ കിടപ്പുണ്ടാണ്. ഓക്കെ മോളോട്ട്. അണ്ണാ ഹലോ കേക്കാവോ? അണ്ണാ ഇത് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോ 10 ടീമാണ് ഒരു ഗ്രൂപ്പ് എയിൽ വരുന്നത്, മനസ്സിലായോ? 10 ടീം ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി അങ്ങനെ മൊത്തം H വരെ ഗ്രൂപ്പ് ഉണ്ട്. സോ CSK EVX ആണെന്ന് ആണോ? ഓക്കെ അങ്ങനെയാണെ ഓക്കെ. സോ ഗൈസ് ദ ഫോർമാറ്റ് ഞങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് ഫോർമാറ്റ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇതാക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം അതായത് ഗ്രൂപ്പ് എയില് 10 ടീം കാണും, ഗ്രൂപ്പ് ബിയില് 10 ടീം, അങ്ങനെ 10 ടീം വെച്ചിട്ട് ഗ്രൂപ്പ് H വരെ ഉണ്ട്. ഓക്കെ, ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിന്റെ മത്സരം കാണുന്നത്. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പില് 3 മാച്ച് വെച്ചിട്ട് കാണും. ഒരു ഗ്രൂപ്പിന് ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബിക്കും 3 മാച്ച് വെച്ച്. അതായത് ആദ്യം നടക്കുന്ന ഗ്രൂപ്പ് എന്റെ 10 ടീം മാത്രമായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും. 3 മാച്ച് കാണും അവർക്ക്. അതേപോലെ അന്നത്തെ ദിവസം തന്നെയാണ് ലൈക്ക് ഗ്രൂപ്പ് ബിന്റെ നടക്കുന്ന 10 ടീം വെച്ചിട്ട് ഒരു ഇതിന്റെ അകത്ത് 3 മാച്ച് അവർക്ക് കാണും. അങ്ങനെ ഡേ 1 അങ്ങനെ ഡേ 2 ഡേ 3 ഡേ 4 മനസ്സിലാവും. ഇതില് ക്വാളിഫൈ ആവുന്നത് 32 ടീം മാത്രമായിരിക്കും ക്വാളിഫൈ ആവുന്നത്, മനസ്സിലാവും. ഓക്കെ, അതില് പൊസിഷൻ വരുന്നത് നാലാമത്തെ, അതായത് ഈ 3 മാച്ചില് നമ്മൾ എടുക്കുന്ന പോയിന്റ് 4ാം സ്ഥാനം വരെ ഉള്ളവർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് വരുന്നവരെ മാത്രം സെലക്ട് ചെയ്ത് 32 ടീമിനെ എടുക്കും നമ്മൾ. 20 പേരിൽ നിന്ന് 80 ടീമിൽ 32 ടീമിനെ സോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഇതേ സെയിം തന്നെയാണ്. 8 ടീം വെച്ചിട്ടായിരിക്കും കളി വരുന്നത്. മൊത്തം 4 ഇതേപോലെ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ് 8 ടീം വെച്ചിട്ട് കാണും. അവിടെ നിന്ന് സോർട്ട് ഔട്ട് ഇതേപോലെ ചെയ്യും. അതായത് ഡേ 1 ഡേ 2 ഉണ്ട്. അതായത് 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ ദിവസവും പിന്നെ 6ാമത്തെ ദിവസവും ഇതേപോലെ 8 ടീം വെച്ചായിരിക്കും മാച്ച് ഇറക്കണം. അത് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്നത് 12 ടീമിലോട്ടാണ് വരുന്നത്. ലാസ്റ്റ് ഫൈനലിൽ വരുന്ന 12 ടീമായിരിക്കും ഫൈനൽസിൽ വരുന്നത്. അതായത് ലാസ്റ്റ് 7ാമത്തെ ദിവസം. അതാണ് ഇതിന്റെ ഇത്. അപ്പൊ ഫൈനൽസ് ഗയ്സ് ബെസ്റ്റ് ഓഫ് 3 വേണോ നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 5 വേണോ? ബെസ്റ്റ് ഓഫ് 3 വേണോ ബെസ്റ്റ് ഓഫ് 5 വേണോ എന്ന് തീരുമാനിക്കുക. ബെസ്റ്റ് ഓഫ് 5 ആണെങ്കിൽ നല്ല ഡ്യൂറേഷൻ ആയിരിക്കും, അതാണ് പ്രശ്നം. എടാ ഒരു പോൾ ഇട്ടേടാ, ബെസ്റ്റ് ഓഫ് 3 or 5 എന്നൊരു പോൾ ഇട്ടേ. 3 വേണോ 5 വേണോ എന്നൊരു പോൾ ഇട്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഡ്മിൻ ചാനൽ ഉണ്ടോ ഇവിടെ? മോഡറേറ്റേഴ്സ് ഇടാം. ഞാൻ ഇടാം, വെയിറ്റ്. ആരെങ്കിലും ഇടുന്നുണ്ടോ? ഞാൻ ഇട്ടോളാം. ഉം 3 or 5
എന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആരിലും അടിച്ചോണ്ടിരിക്കുന്നു. ടൈപ്പ് ഓപ്ഷൻ ലേബൽസ് നീഡ് ടു ബി അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടർ. വന്നോ? ആ ഓക്കെ. എടാ 30 സെക്കൻഡ് പോളോടാ. ഇത് ആരാടാ ഇട്ടത്? ഡിലീറ്റ് ചെയ്ത് കളയട്ടെ ഇവനെയൊക്കെ. ഞാൻ ഇട്ടോളാം. നീ ഒന്നും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ ദയവ് ചെയ്ത്. 30 സെക്കൻഡിൽ പോളിടാൻ വന്നേക്കണം ബുദ്ധിയില്ലാത്ത. അത് ആരാണ് ഇട്ടത്? അവൻ ഇന്ന് തന്നെ അൺമോഡ് ചെയ്യട്ടെ. ഏത് വേണം വേണമെന്നായി പോയി. ഏത് വേണം? അങ്ങനെയാണെങ്കിൽ ഡ്രീമർ ആണെന്ന് ചോദിക്കട്ടെ. 3 വേണോ 5 വേണോ? 5 വേണോ? അളിയ ഞാനും 30 സെക്കൻഡ് ഇട്ട് സ്റ്റാർട്ട് കൊടുത്തു എടാ. അപ്പൊ അത് തന്നെ കറക്റ്റ് തന്നെ വേണം. കറക്റ്റ് 69% 3 മതിയെന്നാണ് കേട്ടാ. 68% 3 മതിയെന്നാണ്. കട്ടയ്ക്ക് വോട്ട്. കട്ടയ്ക്ക് ഇല്ല 68% 3 മതിയതാണ്. ആ 3 ബെസ്റ്റ് ഓഫ് 3 മതിയെന്നാണ് ആൾക്കാർ പറയണത്. ബെസ്റ്റ് ഓഫ് 3. നമുക്ക് എന്തായാലും പോൾ നോക്കാം. അപ്പൊ ഡേ 1 ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും, ഡേ 2 ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും, ഡേ 3 ഗ്രൂപ്പ് ഇയും ഗ്രൂപ്പ് എഫ്, ഡേ 4 ഗ്രൂപ്പ് ജിയും ഗ്രൂപ്പ് എച്ചും, ഡേ 5 ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പ് M1ഉം ഗ്രൂപ്പ് M2ഉം, ഡേ 6 ഗ്രൂപ്പ് M3യും ഗ്രൂപ്പ് M4ഉം, ഡേ 7 ഫൈനൽസ്. ഗൈസ് നമ്മളിത് ഒരു മാച്ച് ആക്കാഞ്ഞെന്ന് പറഞ്ഞുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ GTA പോലത്തെ ഗെയിംസ് നമ്മളിപ്പോൾ ഒരു സിംഗിൾ മാച്ച് വെച്ചിട്ട് നമുക്ക് ഇവരുടെ ടീംസിന്റെ പൊട്ടൻഷ്യൽ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ടീമിനും 3 മാച്ച് വെച്ച് കൊടുക്കുന്നത്. 3 മാച്ച് ആകുമ്പോൾ അവർക്ക് കംബാക്ക് അടിക്കാനും തിരിച്ചു പോകാനും എല്ലാത്തിനും സമയം ഉണ്ടാവും. മനസ്സിലായ? ഗ്രൂപ്പ് സെലക്ട് ചെയ്താ ഗൈസ് ഞാൻ ചോദിച്ചത് ഫൈനൽസ് അതാണ് മാത്രമാണ്. select ചെയ്യാൻ വേണ്ടി പോണെ. ഫൈനൽസ് മാത്രമാണ്. ബാക്കിയെല്ലാം 3 മാച്ചാണ്. ബാക്കിയെല്ലാം 3 മാച്ചാ. ഫൈനൽസ് മാത്രം 5 എണ്ണം വേണോന്നാണ് നിങ്ങൾക്ക് ചോദിച്ചത്. ഫൈനൽസ് മാത്രം. ഫൈനല് മാത്രമാണ് കേട്ടോ, ബാക്കിയെല്ലാം 3 മാച്ച്. സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? സെമി ആൻഡ് ഫൈനൽസ് ബെസ്റ്റ് ഓഫ് 5 ആക്കാമോ? അത് ഇവന്റെ ലൈവ് നോഡിന്റെ 5 വേണം. നമുക്ക് എന്തായാലും ബോൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനൽ നോക്കാം ഗൈസ്. 5 കളി എന്നൊക്കെ പറഞ്ഞാൽ എത്ര സമയം എടുക്കൂടാ? ലാസ്റ്റ് ഫൈനല് കുഴപ്പമില്ല. 12 ടീം വെച്ച് 5 കളി എന്ന് പറഞ്ഞാൽ എന്തായാലും 4 മണിക്കൂർ എടുക്കൂലേ? അത് എടുക്കും. ഇത് ഇത്രയും ദിവസം ഇത് സ്പെക്ക് എന്തായാലും എടുക്കും. ഇത് ഇത്ര 3 ടീം വെച്ചിട്ട് 2 ദിവസം അത് എടുക്കും ടൈം. അതായത് ഡേ 1 തൊട്ടുള്ള തെറ്റിപ്പോയതാ. ഒന്നുകൂടെ ഇടുവോന്നോ? ഓക്കെ, നിങ്ങളെല്ലാം വിചാരിച്ചത് എല്ലാ മാച്ചിന്റെയും കാര്യമാണോ? ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ, ഞാൻ ഫൈനലിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത് നിങ്ങളോട്. ഫൈനലിന്റെ മാത്രം. ബാക്കിയെല്ലാം 3 മാച്ച് ആയിരിക്കും. ബാക്കി നമ്മൾ കൂട്ടുന്നില്ല ഗൈസ്. അത് ഭയങ്കര ഇതായി പോകും ഗൈസ്. നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കളിക്കുന്ന നിങ്ങൾക്കും കാണുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, കളിക്കുന്ന പ്ലേയേഴ്സിനും ബുദ്ധിമുട്ടാവും.